ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഗാന്ധിജിയുടെ അതിഥി എന്ന പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇതിലെ പ്രവർത്തനങ്ങളെന്ന് നോക്കാം. ദരിദ്രരുള്ള നാട്ടിൽ വിശപ്പ് തന്നെ സമരായുധമാക്കിയ ഗാന്ധിജിയുടെ ജീവിത വഴിയിലെ ഒരു കാഴ്ചയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു കവിതയാണ്. ഗാന്ധിജിയുടെ അതിഥി എന്നതാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്, തലക്കെട്ട് എന്ന് പറയുന്നത്. പുകൾ പെറും വാർധയിൽ അന്നൊരു നാൾ പുലരിക്കതിരിനോടൊപ്പം പടികടന്നാശ്രമത്തിൻ്റെ നേർക്കായി ഒരു പിഞ്ചു കാലടി പാടുകാണായി. കീറിപ്പൊളിഞ്ഞതവൻ്റെ വേഷം, ഏറെ തളർന്നു കുഴഞ്ഞ ഭാവം, ചുറ്റുമണഞ്ഞു ചോദ്യങ്ങൾ തൂകും ഉത്സരുദ്ധരാകാം മുഖങ്ങളോടായി. ഉത്തരമൊന്നേ പറഞ്ഞിതുണ്ണി, ഇക്ഷണം ബാബുവെ കണ്ടിടേണം. 100 വരിവരിയായി തിക്കി നിൽക്കും കാര്യശാലയിങ്കൽ ഒരു കൊച്ചുപായമേൽ പുഞ്ചിരി നൂറ്റിരിക്കുന്ന കർമ്മയോഗി. അക്കൊച്ചു സന്ദർശകനെ നേരിൽ വെക്കമൊടുക്കൽ വിളിച്ചിരുത്തി തൃക്കരം കൊണ്ടൊന്നൊഴിഞ്ഞവാറെ ഗദ്ഗതം കൊണ്ടു മൊഴിഞ്ഞി തുണ്ണി. പോയിത്തന്നച്ഛനും അമ്മയും താൻ ഏകമകൻ, എനിക്കിനി ആരുമില്ല, തുടരാൻ കഴിഞ്ഞില്ല കണ്ണുനീരാൽ. ഇടരാറ്റു പോളോതി താതൻ, കുഞ്ഞെ നിനക്കുള്ളതാണീ കാണും ഞങ്ങളും നമ്മുടെ ആശ്രമവും. ഇവിടെ നീയെന്നോമലുണ്ണി, വേറിട്ടിനിമ്മേൽ നീയെങ്ങുമേ പോയിടേണ്ട. നേതാക്കൾ, പത്രക്കാർ, ചക്രവർത്തി, ദൂതന്മാർ എല്ലാം പിരിഞ്ഞു പോകെ മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും കുളിർ തെന്നൽ പോലവൻ മാത്രമായി അക്ഷീണമന്ദസ്മിതവുമായിട്ടപ്പോഴും നൂൽക്കും ഗുരുവുരച്ചു. മകനെ പറഞ്ഞോളൂ വേണ്ട കാര്യം, അരികിലണഞ്ഞു പറഞ്ഞിതുണ്ണി. അറിയില്ലെനിക്കൊരു വേല പോലും, അലസനായമ്മട്ടു പാർത്തിടും ഞാൻ. ഉതിരുമഭിമാന ബാഷ്പമേടെ മുകരുകയായി താതനുണ്ണി തന്നെ. 1 10 കുഞ്ഞേ മക്കൾ, 100 കോടിയെ പോറ്റിയിട്ടും ഇനിയും അമ്മയ്ക്കും അടിത്തട്ടിൽ ഇടമുണ്ടു നിങ്ങൾക്കു വേല നൽകാൻ. ഉണ്ണിക്കരമിതു പെറ്റ നാടിൻ കണ്ണുനീരൊപ്പാൻ കരുത്തിയെന്നാൽ അമ്മയ്ക്കു പിന്നെന്തു ദുഃഖം, അമ്മയുള്ളപ്പോൾ നമ്മൾക്കെന്തു ദുഃഖം. തുളസീദളങ്ങൾ വിഷ്ണുനാരായണൻ നമ്പൂതിരി എഴുതിയ ഒരു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ പറയുന്നത് നമ്മുടെ ഗാന്ധിജിയെ ഒരു കൊച്ചു കുഞ്ഞ് കാണാൻ വന്നു. ആ കൊച്ചു കുഞ്ഞ് പറയുന്നത് എന്താണ്? എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നീ ഇവിടെ നിന്നോളൂ, നിനക്ക് എല്ലാം ഞാനുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിർത്തുകയും അവനക്ക് ഒന്നും അറിയില്ല, പക്ഷേ എല്ലാം ഇവിടെ നിന്ന് പഠിക്കാം, ഒരിക്കലും നമ്മുടെ ഭൂമിയെ അഥവാ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തെ നോവിക്കരുത്, നമുക്കെന്താണ് അമ്മയെ പോലെയാണ്, അമ്മയുള്ളപ്പോൾ മകനക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. 1 ഈണത്തിൽ താളത്തിൽ എന്നുള്ളതാണ്. കവിത ഒറ്റക്കും സംഘമായും ചൊല്ലി അവതരിപ്പിക്കൂ. അവതരണങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കിടുമല്ലോ എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ക്ലാസ്സിൽ നല്ല ഈണത്തോട് കൂടിയിട്ട് ഇത് ചൊല്ലി നോക്കുക. അടുത്തത് കവിതക്കൊപ്പം എന്ന പ്രവർത്തനമാണ്. വാർധയിലെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയുടെ രൂപഭാവങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? കീറിയ വസ്ത്രങ്ങളും ധരിച്ച് തളർന്നു കുഴഞ്ഞ് അവശനായിട്ടാണ് കുട്ടി വാർധയിലെ ആശ്രമത്തിൽ വന്നെത്തിയത്. ഒന്നും കൂടെ പറയാം. കീറിയ വസ്ത്രങ്ങളും ധരിച്ച് തളർന്നു കുഴഞ്ഞ് അവശനായിട്ടാണ് കുട്ടി വാർധയിലെ ആശ്രമത്തിൽ വന്നെത്തിയത്. 2ാമത്തെ ചോദ്യം, ചുറ്റുമണഞ്ഞ് ചോദ്യങ്ങൾ ഉതിർത്തവരോട് കുട്ടി പറഞ്ഞതെന്താണ്? എന്താ പറഞ്ഞത്? തനിക്ക് ഇപ്പോൾ തന്നെ ബാബുവിനെ കാണണം എന്നാണ് കുട്ടി പറഞ്ഞത്. ബാപ്പുവിനെ, ഇവിടെ ബാപ്പു എന്ന് കുട്ടി അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയെയാണ്. അപ്പോൾ കുട്ടി വന്ന് പറഞ്ഞത് എനിക്ക് ബാപ്പുവിനെ കാണണം എന്നതായിരുന്നു. 3ാമത്തെ ചോദ്യം, കുട്ടി കണ്ട ഗാന്ധിജിയെ കവി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയാ പറയുന്നത്? ഗാന്ധിജിയെ കാണാനായി വരിവരിയായി കാത്തു നിൽക്കുന്ന ആളുകളുള്ള ഒരു കാര്യശാല, അവിടെ ഒരു ചെറിയ പായയിൽ ഇരുന്നു കൊണ്ട് പുഞ്ചിരി കൊണ്ട് നൂൽക്കുകയാണ് ഗാന്ധിജി. അങ്ങനെയാണ് ഗാന്ധിജി അവിടെ ഇരിക്കുന്നത് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. പോയി തന്നെ അച്ഛനും അമ്മയും, ഞാൻ ഏകൻ, എനിക്കിനി ആരുമില്ല എന്ന് സങ്കടപ്പെട്ട കുട്ടിയെ ഗാന്ധിജി സമാധാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു? എന്തു പറഞ്ഞ സമാധാനിപ്പിച്ചത്?
ചെയ്യുന്നത്? കുട്ടിയെ അരികിൽ വിളിച്ചിരുത്തി കൈകൾ കൊണ്ട് തലോടി, ഞങ്ങളും നമ്മുടെ ആശ്രമവും എല്ലാം നിന്റേതു കൂടിയാണ്, നീ ഇനി ഇവിടെ തന്നെ താമസിച്ചോളൂ, എങ്ങോട്ടും പോകേണ്ടതില്ല എന്ന് പറഞ്ഞാണ് ഗാന്ധിജി കുട്ടിയെ സമാധാനിപ്പിച്ചത്. ഇനി അടുത്ത ചോദ്യം, മകനെ പറഞ്ഞോളൂ വേണ്ട കാര്യം എന്ന് ചോദിച്ച ഗാന്ധിജിയോട് കുട്ടി പറഞ്ഞത് എന്തായിരുന്നു? എന്താ കുട്ടി പറഞ്ഞത്? കുട്ടിക്ക് പ്രത്യേകിച്ച് വേറെ ജോലികളൊന്നും അറിയില്ല എന്നും അലസനായിട്ട് താൻ എങ്ങനെ ഇവിടെ കഴിയുമെന്നുമാണ് കുട്ടി പറയുന്നത്. ഇനി അവസാനത്തെ ചോദ്യമാണ്, ഇനിയും അമ്മയ്ക്കും അടിത്തട്ടിൽ ഇടമുണ്ട് നിങ്ങൾക്ക് വേല നൽകാൻ. ആരെയാണ് ഇവിടെ അമ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആരെയാണ് ഇവിടെ ഗാന്ധിജി അമ്മയെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? മാതൃരാജ്യമായ ഭാരതത്തെയാണ്. ഭാരതമാതാവെന്ന സങ്കല്പത്തെയാണ് അമ്മ എന്ന വാക്കുകൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രയോഗാർത്ഥം കണ്ടെത്തി എഴുതൂ എന്നുള്ളതാണ്. പുലരിക്കതിരിനോടൊപ്പം പടികടന്ന്, പ്രഭാതത്തിൽ ആശ്രമത്തിന്റെ പടികടന്ന് വരുന്ന കുട്ടിക്ക് ഉദയസൂര്യനെ പോലെ തിളക്കമുണ്ടായിരുന്നു. ഒപ്പം എന്ന പ്രയോഗം കൊണ്ട് കുട്ടിയുടെ തേജസ്സും കുട്ടിയെത്തിയ സമയവും കവി ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പുഞ്ചിരി നൂൽത്തിരി നൂറ്റിരിക്കുന്ന, മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും, കുളിർ തെന്നൽ പോലെ, അക്ഷീണ മന്ദസ്മിതവുമായി എന്നീ പ്രയോഗങ്ങളുടെ ചേർച്ചയും ഭംഗിയും ചർച്ച ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് പുഞ്ചിരി നൂൽത്തിരി നൂറ്റിരിക്കുന്ന എന്നുള്ളതാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കൊച്ചു പായയിൽ ഇരുന്നു കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നൂൽ നൂൽക്കുന്ന ഗാന്ധിജിയെയാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും പുഞ്ചിരി തൂകി ഏവരിലും സന്തോഷം നിറക്കുകയും എല്ലാ പ്രവൃത്തികളും സന്തോഷത്തോടെ ചെയ്യുന്നതുമെല്ലാം പുഞ്ചിരി നൂൽത്തിരി എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അടുത്തത് മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും കുളിർ തെന്നൽ പോലെ എന്നുള്ളതാണ്. മഴ പെയ്തു തീർന്നതിന് ശേഷവും വീശുന്ന തണുത്ത കാറ്റിന്റെ ഉന്മേഷദായകവും സുഖകരവുമായ അനുഭൂതിയാണ് ഈ പദപ്രയോഗം ഉണർത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാം പോയിട്ടും അവശേഷിച്ച കുട്ടിയെയാണ് കുളിർ തെന്നലിനോട് കവി ഉപമിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ആശ്വാസ വാക്കുകളിൽ മനം കുളിർന്നു നിൽക്കുന്ന ബാലനെയാണ് കുളിർ തെന്നലായി കവി പറയുന്നത്. മൂന്നാമത്തേത് അക്ഷീണ മന്ദസ്മിതവുമായി എന്നുള്ളതാണ്. ക്ഷീണമില്ലാതെ പുഞ്ചിരി തൂകിക്കൊണ്ട് അപ്പോഴും നൂൽ നൂൽക്കുകയാണ് ഗാന്ധിജി. ക്ഷീണമില്ലാതെ സൗമ്യമായ പുഞ്ചിരി അല്ലെങ്കിൽ അചഞ്ചലവും സൗമ്യവുമായ പുഞ്ചിരി നിലനിർത്തുന്ന ഒരു വ്യക്തിയെ കൂടി ഇവിടെ ചിത്രീകരിക്കുന്നു. ഈ പ്രയോഗം ശാന്തവും ശുഭാപ്തി വിശ്വാസവും ഉള്ളതുമായ ഒരു മനോഭാവത്തെ സൂചിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അടുത്ത പ്രവർത്തനം അമ്മയും നമ്മളും എന്നുള്ളതാണ്. ഉണ്ണിക്കരമിത് പെറ്റ നാടിൻ കണ്ണീരൊപ്പാൻ കരുത്തിയെന്നാൽ അമ്മയ്ക്കു പിന്നെന്തു ദുഃഖം, അമ്മയുള്ളപ്പോൾ നമ്മൾക്കെന്തു ദുഃഖം. ഈ വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ വരികളിൽ പറയുന്നത് എന്നതാണ് നമ്മൾ ആശയത്തിൽ എഴുതേണ്ടത്. സ്വാതന്ത്ര്യാനന്തര ഭാരതമാണ് ഈ കവിതയുടെ പശ്ചാത്തലം. പെറ്റ നാടിൻ്റെ കണ്ണീരൊപ്പാൻ ഉണ്ണിക്കരങ്ങൾക്ക് കരുത്തുണ്ടായാൽ അമ്മയ്ക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല എന്നിവിടെ പറയുന്നു. കുട്ടികൾക്ക് അവരുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട് എന്നും ഇവിടെ അർത്ഥമാക്കുന്നു. പുതുതലമുറക്കും പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അവരുടേതായ പരിഹാരം കാണാനും സാധിക്കും. ജന്മനാടിൻ്റെ കണ്ണീർ തുറക്കാൻ പിന്നെ നിന്റെ കരങ്ങൾക്ക് കരുത്തുണ്ടായാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. ഭൂമിയാകുന്ന അമ്മ വേണ്ടതെല്ലാം മക്കൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. മക്കളായ നമ്മൾക്ക് പ്രത്യുപകാരം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്തു ദുഃഖമാണുള്ളത്? സന്തുഷ്ടിയായ അമ്മയുണ്ടെങ്കിൽ പിന്നെ മക്കൾക്കും ദുഃഖിക്കേണ്ടി വരില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രകൃതി ഭാവം തന്നെയാണ് അനാഥ ബാലനെ ചേർത്തു പിടിച്ച ഗാന്ധിജിയിലും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ആശയമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. അടുത്തത് രണ്ട് കുട്ടികൾ എന്നുള്ളതാണ്. അറിയില്ല എനിക്കൊരു വേല പോലും അലസനായ മട്ടു പാർത്തിടും ഞാൻ. കുട്ടി ഗാന്ധിജിയോട് ഇങ്ങനെ സങ്കടം പറഞ്ഞത് ഓർമ്മയില്ലേ? ഇനി ഈ കുറിപ്പ് വായിക്കൂ. താഴെ ഗാന്ധിജിയെ കണ്ട കുട്ടി എന്നുള്ള ഒരു കുറിപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. വർക്ക്ഷോപ്പിന്റെ ഒരറ്റത്തായി ഒരു അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മുന്നിൽ ഒരാൺകുട്ടി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെല്ലാം പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോഴേക്കും ആഹാരം തയ്യാറാക്കണം. അവൻ ജോലിയിൽ അങ്ങേയറ്റം മുഴുകിയാണ് ഇരുന്നത്. ഗാന്ധിജി അരികിലൂടെ കടന്നുപോയതൊന്നും ആ ബാലൻ അറിഞ്ഞില്ല. ഗാന്ധിജി വർക്ക്ഷോപ്പിന് പുറത്തേക്ക് കടന്നു. അവിടെ മറ്റെല്ലാ കുട്ടികളും അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. കണ്ടോ അവൻ്റെ ഒരു കാര്യം? ഇത്ര അടുത്തുകൂടി പോയിട്ടും അവൻ മാത്രം ഗാന്ധിജിയെ കണ്ടില്ല. കുട്ടികളിലൊരാൾ പറഞ്ഞു. ഗാന്ധിജി അത് കേട്ടു എല്ലാവരെയും നോക്കി പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇവിടെ എന്നെ ശരിയായി കണ്ടത് അതാ.
ശരിയായി കണ്ടത് അതാ അവൻ മാത്രമാണ് എന്നാണ് ഗാന്ധിജി മറുപടിയായിട്ട് പറഞ്ഞത്. നമ്മുടെ ബാപ്പുജി എം ഗീതാഞ്ജലി എഴുതിയ ഒരു കുഞ്ഞു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടി ഗാന്ധിജിയെ മാത്രം കണ്ടിട്ടുള്ളൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി കവിതയിലെ വരികളും ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുറിപ്പും താരതമ്യം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് കൂട്ടുകാരെ, ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയിലെ വരികളാണ് ആദ്യത്തേത്. വിഷ്ണു നാരായണ നമ്പൂതിരിയാണ് ഈ കവിത രചിച്ചിട്ടുള്ളത്. ആരോരുമില്ലാത്ത ഒരു അനാഥ ബാലൻ ഗാന്ധിജിയുടെ ആശ്രമത്തിലെത്തുകയാണ്. ഈ ആശ്രമവും അവിടുത്തെ ഇയാൾക്കാരും നിനക്ക് സ്വന്തക്കാരാണെന്ന് പറഞ്ഞാണ് ഗാന്ധിജി അവനെ ആശ്വസിപ്പിക്കുന്നത്. അപ്പോഴാണ് അവൻ തനിക്ക് തൊഴിലൊന്നും അറിയില്ല, അലസനായിരിക്കാനാവില്ല എന്ന് ഗാന്ധിജിയോട് പറയുന്നത്. ഭാരതാംബയെ സേവിക്കുക എന്ന പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ഗാന്ധിജി. കുട്ടികൾക്കും ഈ മേഖലയിൽ ധാരാളം ചെയ്യാനാവുമെന്ന് അദ്ദേഹം കരുതുന്നു. സ്വാതന്ത്ര്യ സമര ഘട്ടത്താണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇനി ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിൽ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് കാണാം. അവിടെ എത്തിയ ഗാന്ധിജി കുട്ടി ജോലി ചെയ്തിരുന്നത് കണ്ടിരുന്നു. പക്ഷേ കുട്ടി അദ്ദേഹത്തെ കണ്ടില്ലായിരുന്നു. ഗാന്ധി അടുത്തുകൂടെ പോയിട്ടും അങ്ങയെ അവൻ കണ്ടില്ലല്ലോ എന്ന് മറ്റൊരു കുട്ടി ചോദിച്ചപ്പോൾ എന്നെ ശരിയായി കണ്ടത് അവൻ മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ജോലിയിൽ മുഴുകിയിരിക്കുന്നതിനാലാണ് അവൻ അദ്ദേഹത്തെ കാണാതെ പോയത്. ഗാന്ധിജി ആഗ്രഹിക്കുന്ന രീതിയിലാണ് അവൻ ജോലി ചെയ്തത് എന്ന് അർത്ഥം. ഗാന്ധിജിയുടെ ആദർശം മനസ്സിലാക്കി പ്രവർത്തിച്ച കുട്ടിയാണ് അവൻ എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി കവിതകൾ ശേഖരിക്കാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. ഗാന്ധിജിയെക്കുറിച്ച് ധാരാളം കവിതകളുണ്ട്. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും സമീപത്തെ വായനശാലയിൽ നിന്നും ഗാന്ധിജിയെക്കുറിച്ചുള്ള കവിതകൾ ശേഖരിക്കൂ, ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കവിതകളും കഥകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ശേഖരിക്കുക, എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്ന് അവതരിപ്പിച്ച് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്ത പാഠഭാഗം തൊഴിൽ തേടി കേരളത്തിലെത്തിയ ഒരു മറുനാടൻ കുടുംബത്തിലെ കൊച്ചുമിടുക്കിയെ നമുക്കൊന്ന് പരിചയപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.